എന്തുകൊണ്ട് അനുമോൾക്ക് വോട്ട്, എന്തുകൊണ്ട് ലോകം മൊത്തം അനുമോളിൻ്റെ PR ആയിട്ട്? ഞാൻ ഉദ്ദേശിക്കുന്നത് PR-കാരുടെ ശക്തിയാണോ വലുത്, അതോ ഇത്ര കോടിക്കണക്കിന് ജനങ്ങളുടെ ശക്തിയാണോ വലുത് എന്ന് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ജനങ്ങളുടെ ശക്തിയാണോ വലുത്, അതിന് പൈസ കൊടുത്ത് വാങ്ങിയ PR-ന്റെ ശക്തിയാണോ വലുത്? ഇന്നലെ നിന്റെ സ്റ്റോറിയൊക്കെ തിരിച്ചപ്പോൾ ഞാൻ വാവ് വിളിച്ചവിടെ ഇരിക്കുകയായിരുന്നു. PR-ന്റെ ശക്തി തന്നെയാണ് വലുത്. നിനക്ക് വല്ലതും ചെയ്യണ്ട, നീ പോയി കേസ് കൊടുത്തു. എടി നിനക്കൊക്കെ ഒളുപ്പുണ്ടാടി. നിന്നെയൊക്കെ ഇപ്പോഴും അനുമോള് വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയാം. അനുമോളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇത്രയും ഒരു വലിയ വിഡ്ഢിത്തനമാണ് അനുമോൾ ചെയ്തുകൊണ്ടും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിന്നെയൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നു. നീയൊക്കെ വിഷജന്തുക്കളല്ലെന്ന് വിശ്വസിക്കുന്നു. അതാണ് അനുമോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നീയൊക്കെ മാറിയിരുന്ന് അവളെ പറ്റിയിട്ട് കാട്ടപരാധങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവളറിയുന്നില്ല നീയൊക്കെ കൊടും വിഷങ്ങളാണെന്ന്. രാത്രി 2:15 സീന് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നിന്നെയൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് അവൾ പോകുന്നു. അവളപ്പോഴും മനസ്സിലാക്കുന്നില്ല നീയൊക്കെ മാറിയിരുന്ന് അവളെ പറ്റിയിട്ട് പച്ച അപരാധം പറയുന്ന വെറും വിഷജന്തുക്കളാണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല. എനിക്ക് പുച്ഛമാണ് തോന്നിയത്. നിങ്ങൾ എപ്പിസോഡ് കണ്ടു കാണും. എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതായത് മസ്താനിയെ ഇന്ന് മറ്റേ അജയ് ബിൻസി എടുത്തിട്ട് അങ്ങ് അലക്കുന്നുണ്ടായിരുന്നു. അവളെ വിചാരം അവൾ തന്നെയാണ് കോടതി എന്ന്. കോടതി അവളുടെ വീട്ടിന്റെ തൊട്ടടുത്തൊന്നും കൂടിയാണ് അവളുടെ വിചാരം. ആ സെറ്റപ്പിലാണ് അവളുടെ പെരുമാറ്റം. സത്യം പറയാല്ല, ആ ഒരു കേസിൽ ഞാൻ മസ്താനിക്കൊപ്പം തന്നെയാണ്. എനിക്ക് പാവം തോന്നി. മസ്താനിയെ കണ്ടപ്പോൾ എനിക്ക് സീരിയസിൽ പറയാൻ പാവം തോന്നി. അവളൊരു പൊട്ടിയെ പോലെ വന്നിരിക്കുകയാണ്. അവൾക്ക് ഈ ബിഗ് ബോസിൽ വന്നിട്ട് അവളുടെ ജീവിതം തന്നെ തൊലഞ്ഞ് കോഞ്ഞാട്ടായ ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവള് ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും ഇപ്പോൾ റീ എൻട്രിയിൽ വന്നിട്ട് അവൾ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇവിടെ വന്നിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു മൈൻഡിലാണ് അവൾ ഇന്നും കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ RJ ബിൻസിയുടെ പട്ടി ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി ഷോ. അവളെ തന്തയ്ക്കാണ് വിളിക്കേണ്ടത്. അവൾ തന്തയ്ക്കെ വിളിച്ചോളൂ. നിന്റെ അച്ഛൻ്റെ ഓട്ട എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച്, എന്നിട്ട് ഇവള് തിരിച്ച് അവൾ അപ്പനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിൻസി അവളെ മറ്റവളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ മിണ്ടിയില്ല മസ്താനി. സത്യം പറയാലോ മസ്താനി, എനിക്ക് അവിടെ ആ ഒരു സമയത്ത് ഉണ്ടാവണമെന്ന് തോന്നിപ്പോയി. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. അവിടെ ഇരിക്കുന്ന മൊണ്ണകളെ ഒന്നിനെയും ഞാൻ കണക്കിലെടുക്കുന്നില്ല. മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ച് അങ്ങോട്ട് തന്തയ്ക്ക് മുത്തിക്കും വിളിച്ച് അങ്ങ് ഇരുത്തണം. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അല്ലാതെ അമ്പളങ്ങ വിഴുങ്ങിയതുപോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നെ കണ്ടപ്പോൾ പാവം തോന്നി. പക്ഷെ അവളോട് പിടിച്ചു നിൽക്കാൻ നിനക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലായിരുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പക്ഷെ അവിടെ ഒരു കഴുപ്പണം കെട്ടവന്മാരും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. നിന്റെ അടുത്ത് പാവം തോന്നി. നീ ഇനി ഇത്രയും നെഗറ്റീവോടെ ഒന്നും നീ പുറത്ത് വരരുത്. വരുമ്പോൾ അത്യാവശ്യം ജനങ്ങൾ ഒരു 10 പേരെങ്കിലും ഈ മസ്താനി സപ്പോർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി എനിക്ക് അവളെ കണ്ടപ്പോൾ പാവം തോന്നി. അവളുടെ ഭാഗത്തുനിന്ന് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവള് തന്നെ അത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അവൾ മുന്നോട്ട് ജീവിക്കുകയാണ്. ഇനി അവളെ അങ്ങോട്ട് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നതേ എനിക്ക് പറയാനുള്ളൂ മസ്താനിയുടെ കേസിൽ. മറ്റേതിനെ ഒന്നിനെയും വെറുതെ വിടേണ്ട കാര്യമില്ല. എല്ലാം കഴുപ്പണം കെട്ട കേസുകളാണ്. ഈ RJ ബിൻസി അല്ലെ അപ്പാനി കുപ്പാനി ചേർത്തല്ല. അവന് നിലപാടെന്ന് പറയുന്ന സാധനം ഉണ്ടാ. അവനാകെ ഈ സീസണിൽ തിരിച്ചു കയറിയത് ഈ റീ എൻട്രി നടത്തിയിട്ടുള്ളതിന്റെ റീസൺ തന്നെ അവനെ വെളുപ്പിച്ചും കൊണ്ട് വൈറ്റ് വാഷ് അടിച്ച് അനുമോളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവരും മാറി വളഞ്ഞിരുന്ന് സംസാരിക്കുന്ന ഒരൊറ്റ പേരാ അനുമോൾ. PR-ന്റെ ബലത്തിലാണ് കപ്പടിക്കുന്നെന്നുള്ള രീതിയിൽ അടക്കം ഈ ആദില മാറി സംസാരിക്കുന്നുണ്ട്. ഇനി എങ്ങാണ്ട് അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ PR-ന്റെ ബലത്തിലും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കായ ജനങ്ങളുടെ ബലത്തിലും. അതെന്താണ് അങ്ങനെ ഒരു തന്തയില്ലാത്ത വർത്തമാനം? അത് തന്നെ ഞാൻ പറയും. എനിക്ക് അത്രയ്ക്ക് പൊളിഞ്ഞു എപ്പിസോഡ് കാണാൻ കലി വരുന്നു. ഈ സീസണിന്റെ ഈ ഒരു അവസാന ഘട്ടം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കലി വരുന്നു. എത്ര പേരെന്നറിയുമോ? എത്ര പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എത്ര പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് ആര്യ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ വിളിച്ചിട്ട് തായും പൂവും വെച്ചിട്ടാണ് ഓരോരുത്തവരെ വിളിക്കുന്നത്. ഞാൻ അവളടുത്ത് അങ്ങനെയാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ്. എനിക്ക് എല്ലാവരുടെ ഈ തായും പൂവും വെച്ച് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുവമാരെ ഓരോന്നിനും പച്ചത്തെറി വിളിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് എനിക്ക് കുരു കിട്ടുക ഇത് കാണുമ്പോൾ. ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ മാക്സിമം വലിച്ചു കീറാം, അതിൻ്റെയൊക്കെ പീക്ക് ലെവൽ കാര്യങ്ങളാണ് ഓരോ മോളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സരികേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ എനിക്കൊന്നും പറയാനില്ല. 2 വാക്കിൽ ഒതുക്കാനൊന്നും പറ്റൂല. അമ്മാതിരി തൊട്ടിത്തനങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ എപ്പിസോഡിൽ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ ഇമോഷന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് സീരിയസ്ലി എനിക്ക് ആ ശൈത്യയുടെ അടുത്ത് പോയിരുന്ന അനുമോള് കരയണം കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ എന്നിട്ട് ഈ ശൈത്യ കാണിക്കുന്ന കുത്തിത്തിരിപ്പും കൂടി ആലോചിച്ചപ്പോൾ എനിക്കങ്ങ് പെരുത്ത് കയറി.
സീരിയസ്ലി പറയാലോ, എനിക്ക് മൊത്തം കലിപ്പാടെ, മൊത്തം കലിപ്പാ. ഇത് പെട്ടെന്നൊന്ന് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇതാവും. എന്റെ ബി പി ഒക്കെ മിക്കവാറും റൈസായി നിൽക്കുന്നതായിരിക്കും. ബി പി ചെക്ക് ചെയ്തെന്ന് നല്ല ബി പി ആയിരിക്കും. ആ രീതിയിലാണ് എനിക്കിത് കാണുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാനിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കണം, നമുക്കൊരു ക്ഷമ വേണ്ടേ, നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിപ്പോ കണക്ട് ആയി പോകുന്നു ഇതിന്റെ അകത്ത് എല്ലാം. എനിക്കാണെങ്കിൽ ഈ അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അടിക്കുമ്പോൾ അവിടെ കുറെ വാഴപ്പിണ്ടികളെ പോലത്തെ കുറെ എണ്ണുണ്ട്. ഒരുത്തം പ്രപ്പോസ് ചെയ്യാതെ ചെയ്തതാ അവളെ വളഞ്ഞിട്ട് അടിച്ചപ്പോഴും അവൻ അമ്പളങ്ങ ഒഴിഞ്ഞ പോലെ ഇരിക്കണം. ആണാക്കി പിരിയോട്ടി അനീഷ്. ഇവനെല്ലാം ഒരു ആണവൻ, നട്ടൽ ഉറപ്പുള്ള ആണാണ് ഇവൻ. ഡിവോഴ്സ് ആയതിന്റെ റീസൺ എനിക്ക് ഇപ്പോഴാണ് ആലോചിച്ചപ്പോൾ ഇങ്ങനെ തോന്നുന്നത്. മിക്കവാറും ഇതുപോലത്തെ മൊണ്ണാളൊക്കെ ഇട്ടിട്ട് പോയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ. സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നി. അനുമോളാവ് പ്രപ്പോസ് ചെയ്തു, ഓക്കെ, അനുമോളെ റിജക്ട് ചെയ്തു. ഒരു പ്രാവശ്യം പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഈ ലോകത്തില്ലടേ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ കാണുമായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം അങ്ങനെ ഇല്ല. പക്ഷെ പുറകെ നടന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത് പയ്യന്മാരെ വളച്ചിട്ടൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവൻ ഒരു പ്രാവശ്യം പ്രപ്പോസ് ചെയ്ത് അവൾ റിജക്ട് ചെയ്ത് പിന്നെ അവളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഏപ്രാച്ചിയാണ് ഈ അനീഷ്. അത് നിങ്ങൾ ചിന്തിക്ക്. അങ്ങനെയുള്ള ഒരുത്തനാണ്. അങ്ങനെ ഒരു വാഴപ്പിണ്ടികൾ പോലും നട്ടലിന് ഉറപ്പില്ലാത്ത ചങ്കൂറ്റില്ലാത്തവന്മാരായിപ്പോയി അതിൻ്റെ അകത്തുള്ള. സീരിയസ്ലി ആ മസ്താനി ആർജി ബിൻസി എടുത്തിട്ട് കുടഞ്ഞപ്പം എനിക്ക് അവിടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നിപ്പോയി. ഞാൻ സംസാരിക്കുമായിരുന്നു, ഒരു മത്തങ്ങളോട് സംസാരിക്കേണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുമായിരുന്നു മസ്താനിക്ക് വേണ്ടിയിട്ട്. ഞാൻ സംസാരിക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ഇതൊക്കെ ഞാനൊന്നും പറയുന്നില്ല. എന്തിനോ എന്തോ കുറേ അതിൻ്റെ അകത്ത് പോയതും. അയ്യോ, ആ പ്രവീണൊക്കെ ഇരിക്കണ ഇരിപ്പ് കാണണം. ഇപ്പൊ എടുത്ത് കിടത്താം, വെട്ടിയിട്ട് 2 വാഴയിട്ട്. ആ രീതിയിലാണ് അവൻ്റെയൊക്കെ ഇരിപ്പ്. ഓരോരുത്തന്മാര്. ഇനി ഞാനൊരു വോയിസ് കൊടുക്കാം. ഏതാണ്ട് 10 മിനിറ്റ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. എന്തുകൊണ്ട് അനുമോൾക്ക് വോട്ട്, എന്തുകൊണ്ട് ലോകം മൊത്തം അനുമോളിൻ്റെ PR ആയിട്ട് സ്വന്തമായിട്ട് PR ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ 2 വാക്കാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബിഗ് ബോസിനൊരു ടൈറ്റിൽ സോങ് ഉണ്ട്. ആ ടൈറ്റിൽ സോങ്ങിൽ തന്നെ പറയുന്നത് ഈ 100 ദിനങ്ങൾ ഒറ്റയ്ക്ക് അതിജീവിക്കുന്ന ആ അതിജീവനത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. റെസിലിയൻസ് ഉള്ള, ക്യാരക്ടറുള്ള, സത്യങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന, റിയലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ അതിജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാം നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അനു. ആ വന്ന ദിവസം തൊട്ട് ഇന്ന് വരെ ആ കുട്ടി കടന്നുപോയ ദുസ്സഹമായ സാഹചര്യങ്ങൾ, അതിനെ തരണം ചെയ്ത രീതികൾ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവളൊരു വിന്നറാണ്. ബിഗ് ബോസ് ഇനി അവൾക്ക് ഈ ടൈറ്റിൽ വിന്നർ ആക്കിയില്ല എങ്കിൽ പോലും ലോകം മുഴുവനുള്ള മലയാളിയുടെ മനസ്സിൽ അവൾ ഇതിൻ്റെ വിന്നറാണ്. കാരണം അവൾ ക്യാരക്ടർ കൊണ്ടും അവിടെ സ്വഭാവം കൊണ്ടും അവിടെ പെരുമാറ്റം കൊണ്ടും അവൾ വിന്നറാണ്. പിന്നെ അവൾക്ക് പല പേരുകൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. കുലസ്ത്രീ, സദാചാര പോലീസ്, ഓൾവേസ് മോറൽ പോലീസിങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നത് കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോബ് ലിഞ്ചിങ് ആണ്. ആ കൊച്ചിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ ആക്രമണങ്ങളെ എല്ലാം അവൾ അതിജീവിച്ചു. എല്ലാത്തിനെയും അവൾ അതിജീവിച്ചു. ആദില, നൂറ് എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിള് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പലരും അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും അത് ഡിസ്കഷനിൽ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവരെ നോർമലൈസ് ചെയ്യണോ, അവർ സമൂഹത്തിലെ വ്യക്തികളാണ്. പക്ഷേ ഈ ലെസ്ബിയൻ കപ്പിളായാലും ഗേ ആയാലും ഏത് വിധത്തിലുള്ള സെക്ഷുവാലിറ്റി ഉള്ളവരാണെങ്കിലും ശരി തന്നെ, സ്വഭാവം, ക്യാരക്ടർ എന്ന് പറയുന്നത് വേറൊന്നും, അവരുടെ മറ്റ് ചിന്തകൾ വേറെയുമാണ്. ആ കുട്ടികൾ രണ്ടും, ഈ നൂറയും ആദിലയും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പ ശൈത്യക്കാളിൽ കഠിനമായ വേദനകളാണ് പെൺകുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എത്രയോ അവസരങ്ങളിൽ അവളെ തിരിഞ്ഞു നിന്ന് കുത്തിയിട്ടും ഒരു ചിരിക്ക്, ഒരു വാക്കിന് അവരെ വീണ്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വാസവഞ്ചനയുടെ അതിഭയങ്കരമായ കടമ്പകൾ കടന്ന ഒരു പെണ്ണാണത്. ബിന്നി എന്ന് പറയുന്ന ഒരു പെണ്ണ് PR എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ പാവം, അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പോലും വളരെ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ച്. പക്ഷെ അവൾ നന്മയുടെ ഒരു പ്രതീകമാണ്.
അവൾ വിളിച്ചു പറയുന്ന സത്യങ്ങളാണ്, അവൾ അവിടെ കണ്ണിൽ കാണുന്ന സത്യങ്ങളാണ് പറയുന്നത്. അവളൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. പക്ഷെ കണ്ണിൽ കണ്ട സത്യം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അതാണ് സത്യം, ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് എന്നവൾ പറയാനുള്ള ധൈര്യവും കൂടെ അവൾക്കുണ്ട്. അതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, അതാണ് ഒരു മനുഷ്യൻ്റെ ഇൻറ്റഗ്രിറ്റി. അല്ലാതെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നതല്ല ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തി നിൽക്കേണ്ടതെങ്കിൽ അങ്ങനെയാണ് അനിമോൾ നിന്നത്. പിന്നെ കിച്ചണിലുണ്ടാകുന്ന കാര്യങ്ങൾ, കിച്ചണിലുണ്ടാകുന്ന ഒരു കുടുംബിനിയുടെ ചിന്താഗതികളാണ് അവൾ ചിന്തിച്ച് എടുക്കുന്നത്. നല്ല ഒരു കുടുംബിനി വളരെ കുറച്ച് മാത്രം കിട്ടുന്ന സാധനങ്ങളെ അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് എന്നാൽ എല്ലാവർക്കും ഈക്വലായിട്ട് എത്തിക്കാനുള്ള ഒരു കുടുംബിനിയുടെ മനോഗതിയാണ് അവൾ അവിടെ കാണിക്കുന്നത്. പക്ഷെ അത് കാണാൻ ഇന്ന് വരെ ഒരാൾക്കും അവിടെ പറ്റിയിട്ടില്ല. അവളവിടെ വീട്ടിൽ, ഈ അനിമോള് അവരുടെ വീട്ടിൽ ഒന്നും കുക്ക് ചെയ്യാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റെങ്കിലും വെച്ച് ആ കൊച്ചിനോടൊരു നല്ല വാക്ക് പറയുന്നതിന് പകരം അത് വേണമെങ്കിൽ അതിന് വെച്ചുണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് അതിന് പോകാം. അതിനത് പോകാൻ കഴിയാത്ത എന്താണെന്നറിയാവോ? അത് സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ആഗ്രഹിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പി കൊടുക്കുന്നത്. ഇത് ആഹാരം വെച്ച് കഴിഞ്ഞിട്ട് അതിന് പോയിക്കൂടെ അവിടുന്ന്? പക്ഷെ അത് പോകാത്തത് എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്നേഹത്തോട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു മനുഷ്യരും അവിടെ കണ്ടിട്ടില്ല എന്നുള്ളത് ബാക്കിയുള്ള വികൃതമായ സമൂഹത്തിൻ്റെ ഒരു മുഖച്ഛായയാണ് നമ്മളവിടെ കാണുന്നത്. പ്രോഗ്രസീവ് എന്ന് നടിക്കുകയും പാവങ്ങളെ കുത്താനുള്ള ഒരു ആയുധമായിട്ട് പ്രോഗ്രസീവ്നെസ്സിനെ ഇവർ ഉപയോഗിക്കുന്നുവെന്ന് ഉള്ളതിൻ്റെ തെളിവാണ് ബാക്കി അവിടെ നിൽക്കുന്ന 99% ആളുകളും. കഴിഞ്ഞ ദിവസം ഷാനവാസ്, എനിക്ക് ഷാനവാസിനെ കുറച്ച് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈ ഷാനവാസിന് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാർക്സ് കൊടുത്ത ഗ്രേഡ് ചെയ്ത സമയത്ത് ഈ കൊച്ചിനെ വിശ്വസ്തതയിൽ ഏറ്റവും ലോയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അറിയത്തില്ല അയാൾക്ക് ലോയൽറ്റിയും വിശ്വസ്തതയും ട്രസ്റ്റ് വർത്തിയുമായിട്ടുള്ളൊരു പെൺകൊച്ചാണ്. ഒരാൾ പറയുന്ന ഒരു കാര്യം വേറൊരിടത്ത് പോയി പറയുകയോ ഒരു ഗോസിപ്പിങ്ങോ ഒന്നുമില്ല. അവളോട് പറയുന്ന ഒരു കാര്യം വിശ്വസിച്ച് അവളെ ഒരു ഫ്രണ്ടാക്കാൻ പറ്റും, സഹോദരിയാക്കാൻ പറ്റും, അവളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണ്. പക്ഷെ അയാൾക്കത് മനസ്സിലായിട്ടില്ല. അവളുടെ നന്മകൾ അയാൾ ഒന്നും കണ്ടിട്ടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഷാനവാസ് ആ ഗ്രേഡിങ് ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ കുട്ടിയെ ഞാൻ അനലൈസ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഈ ആദില സർവ്വനേരവും അതിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ടും ആദിലയ്ക്ക് ഈ നവീൻ എന്ന് പറയുന്നവനെ വെള്ളം കോരി ഒഴിച്ച സമയത്ത് ഈ ആദിലയും ഈ നൂറയും അവൾക്ക് സഹായത്തിന് ചെന്നില്ല. അപ്പോൾ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവളെ ഇട്ടുകൊടുക്കുകയാണ് ആളുകളുടെ മുമ്പിൽ. എന്നിട്ടും അവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഈ പെങ്കൊച്ച്. ആർക്ക് വേണ്ടി ഈ പെങ്കൊച്ച് നിലകൊള്ളും? ഇങ്ങനെ സഹനവും ബാക്കിയുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അവൾ തയ്യാറാണ്. അവളുടെ ആഹാരം പോലും സാക്രിഫൈസ് ചെയ്യാൻ അവൾ തയ്യാറാണ്. അന്ന് കിച്ചണിലുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചവരെ കുക്ക് ചെയ്ത പെണ്ണ്, കിച്ചണിലെ കുക്കിംഗ് മൊത്തം ചെയ്ത പെണ്ണ്, അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ വെസലും കൂടെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്ന മര്യാദ, അത് ഒരു കണ്ണും ചെവിയും അടച്ചു വെച്ചിരിക്കുന്ന മര്യാദയാണത്. അതാരും പറയുന്നില്ല, അതാർക്കും പറയാനും പറ്റുന്നില്ല. ലാലേട്ടൻ വന്നിട്ട് പോലും അത് പറയുന്നില്ല. പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ആ കൊച്ചിനോടുള്ള പാർഷ്യാലിറ്റി എത്ര കഠിനമായ പാർഷ്യാലിറ്റിയാണ്. ആ കൊച്ചിനെ വിളിച്ചു നിർത്തി നാണം കെടുത്താത്ത വീക്കെൻഡ് എപ്പിസോഡുകളില്ല ലാലേട്ടൻ്റെ എപ്പിസോഡുകൾ. പക്ഷെ അതിനെല്ലാം അവൾ അതിജീവിച്ചു. അവൾക്ക് ലാലേട്ടൻ പറയുന്ന അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ പറയും. അത് ലാലേട്ടൻ പോലും എന്നോട് പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് അവൾ പറയും. അതുപോലെ ബിഗ് ബോസ് ആണെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് പറയും. ഇതൊക്കെ ഒരു ശുദ്ധമായ കണ്ണിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അവൾക്ക് ഡിപ്ലോമസി അല്ല കാര്യം. അവൾ സത്യസന്ധമായിട്ട് അവൾ എന്ത് കാണുന്നു അതാണ് പറയുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അവർ ഒളിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരോട് തിരികെ പുറത്തു നിന്ന് കുത്തുമ്പോൾ ഈ പെണ്ണിന് അതറിയില്ല. ഈ കുട്ടി ചെയ്യുന്നത് സത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഏതൊരു വിധത്തിലും ക്യാരക്ടറോടുകൂടി നിന്ന, നന്മയോടുകൂടി നിന്ന ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ട്, ഒരു സമൂഹത്തിന് പല പാഠങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു പാഠപുസ്തകമായിട്ട് തുറന്നു വെച്ച് കൊടുക്കുകയാണ് ആ കുട്ടി ചെയ്തത്. എങ്ങനെ ഒരു പെൺകുട്ടി ആകണം എന്നവൾ കാണിക്കുകയാണ് ചെയ്തത്. എന്നാൽ എങ്ങനെ പെൺകുട്ടികളാകരുത് എന്നതിന് തെളിവായിരുന്നു കട്ടപ്പ ശൈത്യയും കുത്തിത്തിരിപ്പ് ബിന്നിയും റെസ്ലർ RJ ബിൻസിയും ഇവരെല്ലാം. പിന്നെ ഇതിനെല്ലാം കൂടെ പിടിക്കുന്ന ശാരിക PS. എൻ്റെ ദൈവമേ, അവൾ ഹോട്ട് സീറ്റിലിരിക്കുമ്പം എനിക്ക് ആ പെൺകുട്ടിയോട് ഒരു അനുകമ്പ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് അവൾ എക്സ്പോസ്ഡ് ആയത്. യഥാർത്ഥത്തിൽ ആ കുട്ടി ആരാണെന്ന് എക്സ്പോസ് ആയത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ്. എല്ലാം അസൂയയുടെ. എന്തൊക്കെയാണ് ഇപ്പം അനുവിനെക്കുറിച്ച് ലാസ്റ്റായിട്ട് പറഞ്ഞു വിടുന്നത്. ഞാൻ ഒരു പെൺകുട്ടിയോടും കൂടെ അതിനകത്ത് ശരിക്കും ക്യാരക്ടറുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ട്, ലക്ഷ്മി. അവൾ നിൽക്കുന്ന പോയിന്റുകൾ നിൽക്കും. അവൾക്ക് ഈ പറഞ്ഞ ഡിപ്ലോമസിയിൽ ഒരു കാര്യവും നേടിയെടുക്കണ്ട. അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി. അവൾ പ്രോഗ്രസീവായ ചിന്താഗതിയുള്ള കുട്ടിയാണ്. പക്ഷേ അവളും പ്രോഗ്രസീവായിട്ട് നിൽക്കുമ്പോഴും എന്താണ്, സദാചാരങ്ങളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ട മൂല്യങ്ങളെ എടുത്ത് അമ്മാനമാടുന്നില്ല. ഇവിടെ അങ്ങനെ അമ്മാനമാടി എല്ലാവരുടെയും തോളിൽ കയറി ബഹളവും ഉണ്ടാക്കി നടക്കുന്ന ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ഈ കൊച്ച് ഒരു ചിന്താ വിഷയമാണ്. അപ്പം ഇവളുമാരുടെ എല്ലാം ജലസിയിൽ കയറി അതിനെ തകർക്കാൻ നോക്കിയിട്ടും അത് നിൽക്കുകയാണ്, അത് അതിജീവിക്കുകയാണ്. ബിഗ് ബോസ് ആ കുട്ടിക്ക് ഈ വിന്നർ പദവി കൊടുത്തിട്ടില്ല എങ്കിൽ നോ പ്രോബ്ലം. ഈ അറൗണ്ട് ദ ഗ്ലോബിലുള്ള മലയാളി സമൂഹം, ഈ ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ മലയാളി സമൂഹത്തിനും അറിയാം ഈ കുട്ടിയാണ് വിന്നറെന്ന്. ഇനി ഇവർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അനുവിനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അഭിനന്ദിക്കുകയാണ്. അനു മുൻപോട്ട് പോകൂ, ശക്തമായിട്ട് മുമ്പോട്ട് പോകൂ. ഈ റെസിലിയൻസ് നിൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാവട്ടെ. നീ വിന്നറാണ്. നീ നിൻ്റെ ലൈഫിൽ വിന്നറാണ്. ഈ സമൂഹത്തിൽ നീ വിന്നറാണ്. ഞാൻ നിനക്ക് ഏറ്റവും വലിയ വിജയം ആശംസിക്കുന്നു. താങ്ക് യു. ഇനി എങ്ങാണ്ട് കപ്പ അഥവാ അനുമോക്ക് കിട്ടാണ്ട് അവിടെ എന്തെങ്കിലും തിരിമറി വോട്ടുമറിയിലൊക്കെ നടന്നാൽ കൂടി ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സപ്പോർട്ട് ഈ അനുമോക്കുണ്ട്. അത് തന്നെയായിരിക്കും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഞാൻ രാഷ്ട്രോക്സിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വോട്ടുമറിയലിനെ പറ്റിയിട്ട്. ഹിന്ദി ബിഗ് ബോസിലുള്ള PR ടീമിനൊക്കെ പൈസ ഇറക്കി 50 വെച്ച് ഇറക്കി. 50 രൂപയ്ക്ക് എന്താ കൊടുത്ത് ആ സെറ്റപ്പിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായി. ഞാൻ നാളെ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ, ഒരു ഗ്രൂപ്പിന്റെ സംഭവം, അതായത് വോട്ടുമറിക്കലിന്റെ ഒരു സംഭവം. ഞാൻ മറന്നു പോയത്, നാളെ ഞാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ പല തിരിമറിയിലും കാര്യങ്ങളിലും വോട്ടുമറിച്ച് അനുമോളെ താഴ്ത്തിക്കെട്ടി ചവിട്ടി അരയ്ക്കാനുള്ള പരിപാടി എല്ലാം നടക്കുന്നുണ്ട്. വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് കൊടുക്കുക. എങ്ങനെയാണ് വോട്ട് കൊടുക്കേണ്ടതെന്ന് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവരെ ദയവ് ചെയ്തിട്ട് പോയി നോക്കിയിട്ടൊക്കെ വോട്ട് കൊടുക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. സീരിയസ്ലി ഇവള് ജയിക്കണം. അനുമോൾക്ക് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, വോട്ട് കൊടുക്കേണ്ടത്. വേറെ ആർക്കുമല്ല. വേറെ ആരും അവിടെ അർഹതയുള്ളവരായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരും. അതുപോലെ അതില്ല, നീ പുറത്ത് വരുമ്പോൾ നീ കാണണം. ഈ ആദിലെ പുറത്ത് പോയാൽ മതിയോ, നീ മിഡ് വീക്ക് എവിക്ഷനിലെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഇവളെ പുറത്താക്കണം. ആദിലെ അതാണ് ആദ്യം ചെയ്യേണ്ടത്. വിഷമാണ്, കാളകുട വിഷം എന്ന് തന്നെ പറയാൻ പറ്റും. മിഡ് വീക്ക് എവിക്ഷനിൽ ആദിലെ പുറത്ത് പോയാൽ ഏറ്റവും സന്തോഷം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. വരും, ഞാൻ കുറെ തപ്പിപ്പിടിച്ച് എല്ലാം കൂടി അടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കുന്നതിന്റെ പുതിയൊരു വീഡിയോ ഇടണം.